മധുരഗീതങ്ങൾ കൊണ്ട് സമ്പന്നമായ ഗുഡ്വിൻ ഗോൾഡൻ വോയ്സിന്റെ മെലഡി റൗണ്ടിലേക്ക് സ്വാഗതം. പ്രശസ്ത ഗായകരായ കാവാലം ശ്രീകുമാറും പ്രീത കണ്ണനുമാണ് വിധികർത്താക്കൾ. അംചി മുംബൈ का अपना റിയാലിറ്റി ഷോ ഗുഡ്വിൻ ഗോൾഡൻ വോയ്സ് 2016 വേദിയിൽ അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു രാഹുൽ മേനൻ. രാഹുൽ, എങ്ങനെയുണ്ട് ഇതുവരെയുള്ള ഒരു യാത്ര, ഗ്രൂമിംഗ് സെഷൻസ് ആൻഡ് ഓൾ? Going good also. ഓക്കെ രണ്ടും. ഓക്കെ, അപ്പൊ നാടൻ പാട്ടിന് തവം ഗ്രൂപ്പിന്റെ കൂടെ ഒരു ഗ്രൂമിംഗ് സെഷൻ ഉണ്ടായിരുന്നു, അല്ലാതെ ഇപ്പൊ മെലഡി റൗണ്ടിന് മുമ്പുള്ള റിഹേഴ്സൽസ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങളാണ് രാഹുലിന് പഠിക്കാൻ പറ്റിയത്? ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു വേദി തന്നെ കിട്ടിയത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. ഒരു കുറേ കാലമായിട്ട് പാട്ട് പഠിക്കുന്നു, ഒരു വേദി കിട്ടുന്നില്ല എന്നൊരു ഇതിൽ ആംചി മുംബൈനെ ഞാൻ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആംചി മുംബൈ എനിക്കൊരു സ്റ്റേജ് തന്നതിന്. അപ്പോൾ വാട്ട് ന്യൂ തിങ്സ് ഡിഡ് യു ലേൺ? അതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് തിങ് സ്റ്റേജ് പ്രസൻസ്, മൈ ഡിക്ഷൻ. ഒരു മലയാള റിയാലിറ്റി ഷോ ആയ കാരണം ബോംബെയിൽ താമസിച്ചിട്ട് മലയാള ഡിക്ഷൻ, പ്രൊനൗൺസിയേഷൻ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതൊക്കെ പഠിച്ചു. അതിൽ കുറേ ഹെൽപ്പ് സത്യൻ സാറും പിന്നെ ജഡ്ജസും പിന്നെ ഏറ്റവും കൂടുതൽ അമ്മയാണ് ഹെൽപ്പ് ചെയ്തത് അതിൽ. അപ്പോൾ മറുനാടൻ മലയാളികൾക്ക് മലയാളം കരിച്ച് അറിയാമെന്നല്ലാതെ മലയാളം നന്നായി പറയണം എന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാരുടെ പ്രോത്സാഹനം തന്നെ വേണമല്ലേ? അപ്പോൾ താങ്ക്സ് ടു ഓൾ ദ പേരൻസ്. നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും എല്ലാ അച്ഛനമ്മമാർക്കും നന്ദി. അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുന്നത്? ഇന്ന് ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞ ചിത്രത്തിലത്തെ സുന്ദരി നിൻ തുമ്പു കെട്ടിയ ചുരുമുടിലി. ഓക്കെ, ഡെഡിക്കേഷൻ ആണോ? ഡെഡിക്കേഷൻ അല്ല, സുന്ദരി നിന്റെ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ അല്ലേ? അമ്മയ്ക്ക് വേണമെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാം. അതാണ്, മനസ്സിൽ കളങ്കം ഉണ്ടെങ്കിലാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം വരുന്നത്. ഞാൻ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ എന്നല്ലേ ചോദിച്ചോളൂ. എന്റെ അമ്മയ്ക്കാണെന്ന് പറയാൻ വേണ്ടു. എൻ്റെ അമ്മയ്ക്കാണ്. അതാണ്, അത് ഞാൻ പറഞ്ഞു പഠിപ്പിക്കണം. അപ്പൊ ഈ പാട്ട് ഫൈനലി ഞാൻ പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? അതെ. അപ്പൊ രാഹുലിന്റെ അമ്മ എവിടെയാണ്? നമുക്ക് രാഹുലിന്റെ അമ്മയായിട്ടൊന്ന് സംസാരിക്കാം. അപ്പൊ രാഹുൽ, എങ്ങനെയാണ് വീട്ടില് പ്രാക്ടീസ് ഒക്കെ ചെയ്യാറ് ആന്റി? പാട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യും, പക്ഷെ ഡിക്ഷൻ കറക്റ്റ് ആക്കുമ്പോ അവന് ദേഷ്യം വരും എൻ്റെ അടുത്ത്. ഇങ്ങനെയാണ് സത്യാവസ്ഥകളൊക്കെ പുറത്തു വരുന്നത്. അമ്മ വല്ല അങ്ങേറ്റത്തെ എന്തോ വല്ല ഭാഗവതരുടെ വല്ല സിസ്റ്ററോ എന്തോ ആണെന്നാ പറയാവൻ. കണ്ടോ? എത്ര മാർക്സ് ഔട്ട് ഓഫ് 10? എത്ര മാർക്സ് ഔട്ട് ഓഫ് 10 അമ്മ പറയട്ടെ? ഞാനൊരു 7 മാർക്ക് കൊടുക്കാം. ഒരുപാട് കൂടുതലായില്ലേ? ഇതാണ് അമ്മമാരുടെ മനസ്സ് അല്ലേ? അതെ, മോനല്ലേ, 7 കൊടുക്കാം. ഓക്കെ, ശരി. അപ്പൊ മോനായതുകൊണ്ട് 7 കൊടുക്കാം. താങ്ക് യു സോ മച്ച് ആന്റി. അപ്പൊ രാഹുൽ, ഡിസിപ്ലിൻഡ് ഔട്ട് ഓഫ് മാർക്സ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അത് ഒരുപാട് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും പാട്ടിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സിംഗ് വെൽ.
രാഹുൽ, അപ്പൊ ഡിക്ഷനിൽ അമ്മ കുറെ പണിയെടുത്തിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലായി. ഓഡിഷൻ റൗണ്ട്സ് ആൻഡ് ഇത് വെച്ച് നോക്കുമ്പോൾ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. താങ്ക് യു. ഗുഡ്. അപ്പൊ വീട്ടില് മലയാളമാണോ സംസാരിക്കാറ് അതോ മലയാളം. ഹിന്ദുമൽ? ഇല്ല, ഹിന്ദി ഒട്ടുമില്ല. മംഗ്ലീഷ്? അച്ഛന് നിർബന്ധ മലയാളം വീട്ടിൽ സംസാരിക്കണം. അതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് ഈ വേദിയിൽ കാണാം. അപ്പൊ എന്തായാലും ഇന്നത്തെ പെർഫോമൻസിനെ പറ്റി ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ? ഇപ്പോഴും നെർവസ് ആണോ പാടി കഴിഞ്ഞിട്ട്? അത്രയില്ല. അത്രയില്ല, കുറച്ചുണ്ടല്ലേ, കാരണം കഷ്ടപ്പെട്ട് ചിരിക്കണ മാതിരി ഉണ്ട്. ഫ്രഷ് എന്തായാലും പാടി കഴിഞ്ഞില്ലേ, നീ ഫ്രഷ് ആയിരുന്നോളൂ. അപ്പൊ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി കോൺഫിഡന്റ് ആയി നിന്നോളൂ. അപ്പൊ ജഡ്ജസ്, പ്രീത മാം. രാഹുൽ, മാം. ഹാൻസം ബോയ്, ടോൾ. താങ്ക് യു മാം. ഇനി ആക്ടിങ്ങിൽ താല്പര്യമുണ്ടോ? ഇനിയിപ്പോ ബോളിവുഡ് ഏതെങ്കിലും ഫിലിമിൽ അങ്ങനെ എങ്ങനെ? ഒട്ടുമില്ല. ഓക്കെ മോനെ, തുടക്കത്തില് സുന്ദരി അതങ്ങനെ ഓപ്പൺ ത്രോട്ടിൽ പറയേണ്ടതാണ്. ഇനിയിപ്പോൾ അത് ട്രാക്ക് കേൾക്കുമ്പോൾ അറിയാം. ഇങ്ങനെ പേടിച്ച് സുന്ദരിയെ വിളിച്ച പോലെ എനിക്ക് തോന്നി തുടക്കം. അതിനുശേഷം ചില വാക്കുകൾ ഇങ്ങനെ നീട്ടിയിട്ടുണ്ട് ഇതിൽ. അത് എന്താ വെച്ചാൽ തുളസി തളിരില്, അതങ്ങനെ തുളസി തുളസി അങ്ങനെയാണ് പാടിയത്. ഇങ്ങനെയല്ല, തുളസി തളിരില് അങ്ങനെയല്ലേ അത്. ഒന്നുകൂടെ കേട്ട് നോക്കാം. തുളസി അങ്ങനെയല്ല. ഓക്കെ, അതൊന്ന്. പിന്നെ അനുപല്ലവിയുടെ എൻഡില് ഒരു സുഖശീതള ശാലീനതയിൽ എന്തോ ഒരു സംഗതി പാടി. അതില്ല, ദേവരായ മാഷ് ഓടിക്കും. അങ്ങനെ അതില്ല, അത് തന്നെ ചരണത്തിൽ റിപ്പീറ്റ് ചെയ്തു. മൃണ്മയ കിരണം കിരണം എന്തോ ഒരു സാധനം പിന്നെ ഇതുപോലെ വന്നു. അത് മേലെ പാടൂ. മൃഗാംഗ തരളിത മൃണ്മയ കിരണം. അത്രേ ഉള്ളൂ. രണ്ടാമത് പാടിയപ്പോൾ അതിൽ കണക്ട് ചെയ്ത് പാടി. അപ്പം അതിൽ നമ്മൾ ഈ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുള്ള പാട്ടുകൾ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പം എൻ്റെ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ എല്ലാവരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് അതേ സാധനം നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്ത് കേൾക്കാനാണ് അല്ലേ? അപ്പോൾ അതങ്ങനെ ചെയ്യുക. പ്രത്യേകിച്ചും ഇങ്ങനെ ഫിലിം സോങ്സ്. അപ്പം നമുക്കിപ്പോൾ ഒരു അല്ലാതൊരു പാട്ട് പാടാൻ കിട്ടുമ്പം കുറച്ചും കൂടെ സംഗതി ഇംപ്രവൈസേഷൻസ് ഒക്കെ മ്യൂസിക് കമ്പോസർ അനുവദിക്കുകയാണെങ്കിൽ ആവാം. ഓക്കെ, ഇത്രയൊക്കെ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ കുറച്ചും കൂടെ ബോൾഡായിട്ട് പാടാം. സുന്ദരിയൊക്കെ നല്ല ബോൾഡായിട്ട് വിളിക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു മാം. ശ്രീകുമാർ സർ. രാഹുൽ മേനോൻ സർ. എവിടെ നാട്? തൃശ്ശൂർ. തൃശ്ശൂർ. സംസാരിക്കുമ്പോൾ തോന്നി എവിടെയോ തൃശ്ശൂർ പാലക്കാടൊക്കെ ആണെന്നൊരു തോന്നൽ വന്നു. പിന്നെ എങ്ങനെ പാടി? ഞാൻ പറയേണ്ടതാണ് അല്ലേ? അറിയില്ല സർ. ഓക്കെ. നിൻ തുമ്പു കെട്ടിയിട്ട് ബാക്കി പാടിക്ക്. നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മുടിയിൽ. ഇപ്പൊ നന്നായി പാടി. ഒഴുകി ഒഴുകി എന്ന് പാടിക്ക്. ഒഴുകി ഒഴുകി ഞാൻ. ഒഴുകി 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 ഞാനറിയാതെ 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 അങ്ങനല്ലേ? ഞാനറിയാതെ ഒഴുകി 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 അല്ല ഒഴുകി 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 ഞാൻ. ഒഴുകി ഒഴുകി. ഇതാണ് വൃത്തിയായിട്ട് കേൾക്കാത്തതിന്റെ കുഴപ്പം. അത് പഠിച്ചു വെച്ചിരിക്കുകയാണ് ചേട്ടാ. അതാണ്, തെറ്റായിട്ട് പഠിക്കരുത്, വൃത്തിയായിട്ട് കേൾക്കുകയും വേണം. നല്ലപോലെ ആദ്യം ലിസണർ ആയിരിക്കുക, എങ്ങനെയാണ് പാടിന്ന് കേൾക്കുക, എന്നിട്ട് അത് തന്നെ ഒപ്പെടുക്കാൻ ശ്രമിക്കണം. അപ്പൊ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ ഒപ്പെടുക്കുമ്പോൾ സംഗതികളെല്ലാം മാറിപ്പോകും. ദേവരാമാശം തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും? ടപ്പേന്നൊരു അടി വരും. അത് വരുത്തരുത്. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് സംഗതി ഇടാൻ കൽപ്പുള്ളവനായിരിക്കണം. നമുക്ക് അവരെല്ലാം മറക്കാം. ഒഴുകി ഒഴുകി ഞാനറിയാതെ അത് പാടിക്കും. ഒഴുകി 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 ഞാൻ. ഇപ്പൊ ഞാൻ പഠിച്ചു വെച്ചതാണ് പാടുന്നത്. നമ്മളിപ്പോ പാടുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അത് മാറ്റാനല്ലേ പറഞ്ഞത്?
എല്ലാവരോടും പറയുന്ന പോലെ തന്നെ നല്ല വൃത്തിയായിട്ട് കേട്ടിട്ട് അത് ഒപ്പിയെടുക്കാൻ ശീലിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. രാഹുൽ മിസ്റ്റേക്സ് എല്ലാം പറഞ്ഞു തന്നു. അതൊക്കെ അതുമാതിരി ഇനി ഇംപ്രൂവൈസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് നല്ലതുപോലെ കേട്ട് ഒക്കെ പാടും. ഇങ്ങനെ ഹെഡ്ഫോൺസ് ഇട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ഹാബിറ്റ് ഉണ്ടോ? ഉണ്ടല്ലേ. അപ്പം അത് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യണം എന്നാണ് ഇപ്പോൾ പറഞ്ഞു വന്നത് അല്ലേ? ഓക്കെ. അപ്പം എന്തായാലും ഇന്നത്തെ പെർഫോമൻസിന്റെ മാർക്സ് അറിയാം നമുക്ക്. പ്രീത മാം 36. സന്തോഷമായില്ല എന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ എന്താ ചെയ്യ കുട്ടി. 36. നമുക്കിനി റൗണ്ട്സ് ഉണ്ടല്ലോ. താങ്ക് യു മാം. ശ്രീകുമാർ സർ. ഗ്രാസ്പിംഗ് പവർ ഇനിയും വേണം. നമ്മളിപ്പോൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാറ്റി പാടാനായിട്ട് ശീലം വേണം. ഒരെണ്ണം പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ ഒരു റൂട്ടല്ലല്ലോ, പല റൂട്ടില്ലേ, ഇങ്ങനെയാണ് പോകില്ല. അപ്പോൾ ആ റൂട്ട് ഒരേ റൂട്ടിലേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ റൂട്ട് ഇങ്ങനെ മാറ്റി പിടിക്കണം, അതിന് ശീലിക്കണം. അപ്പോൾ അതുകൊണ്ട് 36 തന്നെ. സോ രാഹുൽ 72 out of 100 എന്നാണ് ടോട്ടൽ മാർക്സ്. നോട്ട് സോ സാറ്റിസ്ഫാക്ടറി. ഇറ്റ്സ് ഓക്കെ അല്ലേ? ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിലാക്കി ഇനിയും ഇംപ്രൂവ് ആക്കേണ്ട ഒരു ഫെസിലിറ്റിയും കൂടിയാണ് ഗുഡ്വിൻ ഗോൾഡൻ വോയിസ് തരുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ സ്പോട്ടിവായി എടുക്കുക. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദി ഫർദർ റൗണ്ട്. നമസ്കാരം. മുംബൈ ഫാസ്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. വീണ്ടും പേരുമാറ്റവുമായി മഹാരാഷ്ട്ര സർക്കാർ. അനാവശ്യ ദൂർത്തെന്ന് പരക്കെ പരാതി. ലക്ഷ്യം വോട്ട് ബാങ്ക് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ. ഗുഡ്വിൻ ഗോൾഡൻ വോയിസ് മ്യൂസിക് റിയാലിറ്റി ഷോ ഫൈനൽ മത്സരത്തിലേക്ക്. ജനുവരി 8 മത്സരം നെരൂളിൽ. മുഹമ്മദ് റാഫി സ്മാരകവുമായി മുംബൈ മലയാളി. സംഗീത സാമ്രാട്ടിനായി ഒരുങ്ങുന്ന സ്മാരകത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 24 ബാന്ദ്രയിൽ. വാർത്തകൾ വിശദമായി. അനശ്വര ഗായകൻ മുഹമ്മദ് റഫി ഓർമ്മയായിട്ട് 36 വർഷം. കാലം ഇന്നും മൂളി നടക്കുന്ന രീണമാണ് മുഹമ്മദ് റഫി. പകരം വയ്ക്കാനാകാത്ത നിരവധി ഗാനങ്ങൾക്ക് ശബ്ദ സാന്നിധ്യം നൽകിയ അനശ്വര ഗായകന് പുതിയൊരു സ്മാരകം പണിയുമ്പോൾ അതിന് ചുക്കാൻ പിടിക്കുന്നത് ചാന്ദിവലിയിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശിയായ വെങ്കിടാചലമാണ്. ഈ റഫി ചൗക്കില് ഒരു ലക്കി റെസ്റ്റോറൻറ്റ് ബാൻഡ്ര വെസ്റ്റില് ഒരു പ്ലാക്ക് ഉണ്ട്, ചെറിയ ബോർഡ്, പത്മശ്രീ മുഹമ്മദ് റഫി ചൗക്ക്. അപ്പോൾ ഒരു ദിവസം ഞാൻ കാറ് അത് കൂടി ഓട്ടിക്കൊണ്ടു പോകുമ്പോൾ അവിടുത്തെ ചെറിയ ചെറിയ പിള്ളേരെ അവിടെ കളിക്കുകയും അവിടെ മൂത്രമൊഴിക്കുകയും എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അപ്പം ഞാൻ പോയി ഇവരോട് പറഞ്ഞു, നമുക്ക് വല്ലതും ചെയ്യണം. അത് പറഞ്ഞു ഇപ്പോഴാണ് അതിന്റെ സമയം വന്നത്. ചെറുപ്പം മുതലേ റഫി സംഗീതത്തിന്റെ ആരാധകനായ വെങ്കിടാചലം 80കളിൽ മുംബൈയിലെത്തുമ്പോൾ ഏറെ സന്തോഷിച്ചത് തന്റെ ഇഷ്ടഗായകന്റെ നഗരം കൂടിയാണിതെന്ന ചിന്തയായിരുന്നു. അപ്പോൾ അവര് ഈ റെസ്പോൺസിബിലിറ്റി എൻ്റെ വയസ്സായ ഷോൾഡറിൽ ഏൽപ്പിച്ചു. അത് റൈറ്റ് ഫ്രം കൺസെപ്റ്റ് ടു കമ്മീഷനിങ് ആ ചുമതല എൻ്റെ മുതലാണ്. അതിപ്പോൾ 90% അതിൻ്റെ ജോലി ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ സംഗീതത്തെ പരിപോഷിപ്പിക്കുന്നതിനായി 2004 രൂപീകരിച്ച ക്ലബ് നൊസ്റ്റാൾജിയയാണ് റഫി കുടുംബവുമായി വെങ്കിടാചലത്തെ അടുപ്പിക്കുന്നത്. സംഘടനാ മികവ് കൊണ്ട് നിലവാരം പുലർത്തുന്ന ക്ലബ് നൊസ്റ്റാൾജിയയുടെ ടാഗ്ലൈൻ തന്നെ നന്മയ്ക്കായി സംഗീതം എന്നാണ്. ഡിസംബർ 24 റഫിയുടെ 92ാം ജന്മവാർഷിക ദിനത്തിലാണ് ബാന്ദ്രയിൽ പണിതീർത്ത സ്മാരകത്തിന്റെ അനാച്ഛാദനം നിർവഹിക്കുക. തൃശൂർ സ്വദേശിയായ രാജേഷാണ് ശില്പം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആർക്കിടെക്റ്റ് ഒരു മലയാളിയാണ്, തൃശ്ശൂർക്കാരൻ KR രാജേഷ് എന്ന് പറഞ്ഞ്. ഇതിന്റെ ഒരു 4-5 ഡിസൈൻ ഞാൻ ഫാമിലിയോട് കാണിച്ചു. ആദ്യത്തെ ഡിസൈൻ തന്നെ അവർക്ക് ഇഷ്ടമായി. ഇത് അഭിമാനത്തിന്റെ നിമിഷങ്ങളെന്ന് റഫിയുടെ മക്കളായ യാസ്മിനും നസ്രീനും പറഞ്ഞു. Well, I would say the monument after so many years and through Mr. Venkat's hard work, I would say, and his dedication, you know, he's done a wonderful job.
and we are very, very, very happy about that. 1980 ജൂലൈ 31 വ്യാഴാഴ്ച രാത്രിയാണ് റഫി ഈ ലോകത്തോട് വിട പറയുന്നത്. അവസാന നിമിഷങ്ങളിൽ ബോംബെ ഹോസ്പിറ്റലിൽ കൂടെയുണ്ടായിരുന്ന മകൾ യാസ്മിനോട് തനിക്കായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാണ് ആ നാദബ്രഹ്മം നിലച്ചത്. I cannot forget those moments because I was the last one to see him in the ICU. I went to him, he was just looking at me, and I was also just looking at him, and I said, Appa, you'll be fine, you know. And when he was leaving for the hospital, he kissed us on our forehead, you know. Yasmin was there, myself. He kissed us on our forehead, and he had to only say, just pray for me. You know, these were his last words. तुम मुझे यूं भुला न पाओगे, हाँ तुम मुझे यूं. ബാന്ദ്രയിലെ ഗുരുനാനക് പാർക്കിനടുത്തുള്ള റഫി മാൻഷൻ ഇന്നൊരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ്. 4 ദശാബ്ദക്കാലം ഇന്ത്യൻ ചരിത്ര സംഗീതത്തിലെ ചക്രവർത്തിയായിരുന്ന റഫിയുടെ വിലമതിക്കാനാകാത്ത വസ്തുക്കളുടെ അപൂർവ ശേഖരങ്ങളാണ് അദ്ദേഹം വർഷങ്ങളോളം ജീവിച്ചിരുന്ന ഈ മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. പത്മശ്രീ പുരസ്കാരം, ഫിലിംഫെയർ അവാർഡുകൾ, നിരവധി അംഗീകാരങ്ങൾ, പഴയകാലത്തെ റെക്കോർഡുകൾ തുടങ്ങി റഫി ഉപയോഗിച്ചിരുന്ന ടെലിഫോണും മറ്റും സന്ദർശകന് ഇന്ത്യയുടെ പാട്ടുവഴികളിലൂടെ ഒരു യാത്രയായി മാറുന്നു. പഞ്ചാബിലെ അമൃത്സറിലുള്ള സുൽത്താൻ സിംഗ് ഗ്രാമത്തിൽ പട്ടം പറത്തിയും ഭജനകൾ പാടിയും രസിച്ചു നടന്ന ഫീക്കോ എന്ന ബാലനിൽ നിന്ന് ഇന്ത്യൻ സംഗീത ഭൂപടത്തിൽ ഇടം നേടിയ മുഹമ്മദ് റഫിയിലേക്കുള്ള യാത്ര ദുരിതം നിറഞ്ഞതായിരുന്നു. കഴിവും കഠിനാധ്വാനവും കൈമുതലായവരെ കൈയൊഴിയാത്ത നഗരം തന്നെയാണ് റഫിയുടെ ജീവിതവും മാറ്റിമറിച്ചതെന്ന് പ്രശസ്ത എഴുത്തുകാരി മാനസി അടയാളപ്പെടുത്തുന്നു. പ്രതിഭാധനരായിട്ടുള്ള ആൾക്കാരുടെ മുഴുവൻ സ്വപ്ന നഗരിയാണ് ബോംബെ. കഠിനാധ്വാനത്തിന് തയ്യാറുള്ള പ്രതിഭയുമുള്ള എല്ലാവരെയും വളർത്തി വലുതാക്കിയിട്ട് ഒരു ചരിത്രമാണ് ബോംബെക്കുള്ളത്. ഈ റഫി സാബിനെ ഇവിടെ വളർത്തി വലുതാക്കി, അതായത് ഒരു വെറും ഒരു ഗ്രാമത്തിലത്തെ ഒരു കോടിക്കണക്കിന് സംഗീതാസ്വാദകരെ മാസ്മര ലഹരിയിലാഴ്ത്തിയ സംഗീത സാമ്രാട്ടിനായി ഒരുങ്ങുന്ന സ്മാരകത്തിനും മുംബൈ മലയാളികളുടെ കയ്യൊപ്പുണ്ട്. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെയും CST സ്റ്റേഷന്റെയും പേരുകളിൽ മാറ്റം വരുത്തി വീണ്ടും സംസ്ഥാന സർക്കാർ വാർത്തകളിൽ ഇടം നേടി. നഗരസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ കൈക്കൊണ്ട ഈ തീരുമാനം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ. ഛത്രപതി ശിവാജി ടെർമിനസ്, ഛത്രപതി ശിവാജി മഹാരാജാസ് ടെർമിനസ് എന്നും ഛത്രപതി ശിവാജി ഇന്റർനാഷണൽ ടെർമിനസ്, ഛത്രപതി ശിവാജി മഹാരാജാസ് ഇന്റർനാഷണൽ ടെർമിനസ് എന്നും പുനർനാമകരണം ചെയ്താണ് മഹാരാഷ്ട്ര സർക്കാർ ഭാരിച്ച ചെലവ് വരുത്തുന്ന തീരുമാനമെടുത്തത്. സർക്കാർ കൈക്കൊണ്ട ഈ തീരുമാനം സംവരണത്തിനു വേണ്ടി പ്രക്ഷോഭം നടത്തുന്ന മറാഠ സമുദായത്തെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്നും സംസാരമുണ്ട്. രണ്ടിടങ്ങളിലെയും പേരുകളുടെ കൂടെ മഹാരാജ് എന്ന പദം കൂടിച്ചേർക്കണമെന്നുള്ളത് ദീർഘകാലത്തെ ആവശ്യമായിരുന്നുവെന്നും സർക്കാർ ഇത് അംഗീകരിച്ചിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. എന്നിരുന്നാലും കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് അംഗീകാരം നൽകേണ്ടതുണ്ട്. ഓഷിവാരയിലെ പുതിയ റെയിൽവേ സ്റ്റേഷന് രാം മന്ദിർ എന്ന് നാമകരണം ചെയ്യുന്നതിനെ मंत्री विद्या ठाकुर इंगिने न्यायीकरिച്ചു. राम मंदिर का विषय ये है नाम का कि वो पूरा परिसर राम मंदिर का, ये बहुत पुराना वहाँ पे मंदिर है. दूसरी बात है कि वहाँ का जो शासन के लिखने में जो പേരുമാറ്റത്തിന് പ്രശസ്തമായ സംസ്ഥാനത്ത് ഇതിനു മുമ്പും വിമാനത്താവളവും റോഡും റെയിൽവേ സ്റ്റേഷനുകളും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി BJP ശിവസേന ഉപയോഗിച്ചിരുന്നു. അംശി മുംബൈ ഗോൾഡൻ വോയ്സിന്റെ ഫൈനൽ മത്സരങ്ങൾക്കായി ജനുവരി 8-ന് നെരൂളിൽ വേദിയൊരുങ്ങുന്നു. 3 വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ നിന്നായിരിക്കും വിജയികളെ തിരഞ്ഞെടുക്കുക. പ്രായഭേദമന്യേ മുംബൈയിലെ പ്രതിഭകൾക്കായി സംഘടിപ്പിച്ച ആദ്യ മ്യൂസിക് റിയാലിറ്റി ഷോയുടെ അവസാനഘട്ട മത്സരങ്ങൾ അതുകൊണ്ട് തന്നെ നിർണായകമായിരിക്കും. മുംബൈയിലെ പ്രതിഭകൾക്കായി വിഭാവനം ചെയ്ത പ്രായഭേദമന്യേ സംഘടിപ്പിച്ച ആദ്യ മ്യൂസിക് റിയാലിറ്റി ഷോയുടെ ഫൈനൽ മത്സരങ്ങൾ ജനുവരി 8-ന് അരങ്ങേറും. 3 വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ നിന്നായിരിക്കും വിജയികളെ തിരഞ്ഞെടുക്കുക. നവി മുംബൈയിലെ നെരൂൾ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ടെർണ ഓഡിറ്റോറിയത്തിലാണ് മത്സരങ്ങൾക്കായി വേദി ഒരുങ്ങുന്നത്. ജനുവരി 8 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കുന്ന ആദ്യഘട്ട യുഗ്മഗാന മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഗായകരായിരിക്കും ഫൈനൽ റൗണ്ടുകളിൽ മാറ്റുരയ്ക്കുക. ഫൈനൽ മത്സരത്തിലെ ക്ലാസിക്കൽ റൗണ്ടുകളിൽ പങ്കെടുക്കുന്ന 5 പേരിൽ നിന്നും വിജയികളെ തിരഞ്ഞെടുക്കും. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട 18 ഗായകരിൽ നിന്നും വിജയികളെ കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണെന്ന് വിധികർത്താക്കളായ കാവാലം ശ്രീകുമാറും പ്രീത കണ്ണനും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകവും ഉദ്യോഗജനകവുമായിരിക്കും ഇനിയുള്ള മത്സരങ്ങൾ.
പാസസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ട്യൂൺ ഇൻ കൈരളിയൻ.